ഓക്കെ, ഇത് നമ്മുടെ കൗണ്ടിങ് ഫിംഗേഴ്സിൽ ട്രയാങ്കിൾ കൗണ്ട് ചെയ്തെടുക്കുന്നതിൻ്റെ അടുത്ത മോഡലാണ്. അടുത്ത മോഡൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ട്രയാങ്കിളിൻ്റെ അകത്ത് ട്രയാങ്കിൾ വരുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ ഇരിക്കുന്നത്. അതായത് ഒരു ട്രയാങ്കിൾ നേരെയാണെങ്കിൽ അടുത്ത ട്രയാങ്കിൾ തല തിരിച്ചിടുന്നു. ഓക്കെ, ദെൻ അടുത്ത ട്രയാങ്കിൾ വീണ്ടും നേരെ. അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇതിൻ്റെ ഇട്ടിരിക്കുന്ന രീതി മാറി മാറി എന്ന രീതിയിലായിരിക്കും ഈ ഒരു ഷേപ്പ് വരുന്നത്. ഓക്കെ, ദെൻ ആദ്യമേ തന്നെ ഈ ഒരു കേസിൽ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാം. നോർമലി എത്ര ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു ഫിഗറിൽ ഇപ്പം എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാം. ആദ്യമേ ഈ പുറമേ കിടക്കുന്ന ട്രയാങ്കിൾ 1, പുറമേ കിടക്കുന്ന ട്രയാങ്കിൾ 1. രണ്ടാമത്തെ കേസ് ഈ അകത്ത് കിടക്കുന്ന ഈ ട്രയാങ്കിൾ 2, ദെൻ 3, ദെൻ 4, ദെൻ ആ വലിയ ട്രയാങ്കിൾ, വലുതല്ല നടുക്ക് കിടക്കുന്ന ട്രയാങ്കിൾ 5. ഇങ്ങനെ 5 ട്രയാങ്കിളാണ് ഇതിൽ മൊത്തം ഉള്ളത്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ അടുത്ത ഷേപ്പ് നോക്കാം, അതിൻ്റെ തന്നെ എണ്ണം കൂടിയ രീതിയിൽ. ഓക്കെ, ഇതിനകത്തും ഇപ്പോൾ ഈ നടുക്ക് കിടക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പഴയ ഫിഗർ ആയേനെ. അതിനകത്ത് അപ്പം 5 ട്രയാങ്കിൾ ഉണ്ടാവുമല്ലോ, മറ്റേതുപോലെ 5 ട്രയാങ്കിൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയെങ്കിൽ വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഈ നടുക്ക് കിടക്കുന്ന വലിയ 5, നടുക്ക് കിടക്കുന്ന വലുതെന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു ട്രയാങ്കിളും കൂടി കൂട്ടി 5 എണ്ണം ഉണ്ടാവും. ഇനി ബാക്കി എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ബാക്കി ഇതാ, ഇത് 6ാമത്തെ ട്രയാങ്കിൾ. ഈ ഒരു ട്രയാങ്കിൾ 6ാമത്തെ ട്രയാങ്കിൾ. ദെൻ ഈ ഒരു ട്രയാങ്കിൾ 7ാമത്തെ ട്രയാങ്കിൾ. ദെൻ ഈ ഒരു ട്രയാങ്കിൾ 8ാമത്തെ ട്രയാങ്കിൾ. ദെൻ നടുക്ക് കിടക്കുന്ന 9ാമത്തെ ട്രയാങ്കിൾ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ മൊത്തം 9 ട്രയാങ്കിൾ ആയിരിക്കും ഉള്ളത്. 9 ട്രയാങ്കിൾ ആയിരിക്കും ഉള്ളത്. അപ്പോൾ നേരത്തെ 5, ഇതിൽ 9. ഇനി ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തെ ട്രയാങ്കിൾ എത്ര എണ്ണം ഉണ്ട്? ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട് പുറത്ത്. അപ്പോൾ അത് 1 എന്ന് പറഞ്ഞെടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് എത്ര ട്രയാങ്കിളാണ് ഉണ്ടെന്ന്, ഇതിൻ്റെ അകത്ത് എത്രയെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നത് ഈ ഒരു ഫിഗറിനകത്ത് ഇപ്പോൾ ഒരെണ്ണമാണ് വരുന്നത്. ഈ വലിയ ട്രയാങ്കിൾ കൂടാതെ ഒരു ട്രയാങ്കിളാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗറിനകത്ത് ഈ ഒരു വലിയ ട്രയാങ്കിൾ കൂടാതെ 2 ട്രയാങ്കിൾ വരുന്നുണ്ട്. 2 ട്രയാങ്കിൾ ഏതൊക്കെയാണ്? 1 ഇതും 2 ഇതും. 2 ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഓക്കെ, ഇതിനകത്ത് ഇപ്പം ഞാൻ ഒരു ട്രയാങ്കിളോട് വരച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് 3 ട്രയാങ്കിളാണ് വലിയ ട്രയാങ്കിൾ അല്ലാതെ ഉള്ളത്. ഇതൊന്ന്, ഇതൊന്ന്, ഇതൊന്ന്. ഓക്കെ, ആ ഒരു രീതിയിൽ ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എത്ര ടോട്ടൽ ട്രയാങ്കിൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ട്രയാങ്കിൾ എടുക്കുക. അതുകൂടാതെ അകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ടോ അതിൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ആൻസർ എത്രയായിരിക്കും? 5 ആയിരിക്കും ടോട്ടൽ ആൻസർ. ഓക്കെ, നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്തെടുത്തപ്പോഴും 5 വന്നത്. ഇനി ഈ ഫിഗർ നോക്കാം. വലിയ ട്രയാങ്കിൾ ഒന്നെന്ന് എടുക്കുക, അകത്തിന് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നോക്കുക. 2 ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ 2 × 4 9 ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ആക്ച്വലി 3, ഒരെണ്ണം കൂടിയുണ്ട്. അപ്പോൾ 1, പുറത്തെ ട്രയാങ്കിളിലെ 1 എടുക്കുക, അകത്ത് 3 എണ്ണം ഉണ്ട്, × 4 ചെയ്യുക, 12 ട്രയാങ്കിൾ. ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കൗണ്ടിങ് ഫിഗേഴ്സിൽ ട്രയാങ്കിളിലെ 4ാമത്തെ മോഡൽ. അടുത്ത മോഡൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.